ഹസ്ബൻഡ് പറഞ്ഞു അതെങ്ങനെ നടക്കാനാണ്, എന്തോരം പൈസയാകുമെന്ന്. പക്ഷെ 100 പ്രാവശ്യം കൊണ്ടുപോയി അതിൻ്റെ പ്ലാൻ വെട്ടിത്തിരുത്തി, എപ്പോഴും പ്ലാൻ വെട്ടിത്തിരുത്തും, കൂടുതലല്ലാതെ കുറവ് ഇതുവരെ വന്നിട്ടില്ല. അവസാനം പ്ലാൻ എടുത്തു 2100, അത് കഴിഞ്ഞ് പിന്നെയും വെട്ടിത്തിരുത്തി 2040. അങ്ങനെ തറകെട്ട് നടന്നിരിക്കുന്നു. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 4ാമതാണ് പരിശുദ്ധാത്മാവിന് പറ്റിയ ഒരു വാസസ്ഥലമായി എന്നെ ഒരുക്കണമെന്ന് വെച്ചത്. അതായിരുന്നു ദൈവം ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമ്മ ഈശോയും ചെയ്ത വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അതാണ് ആദ്യം സാധിച്ചു തന്നത്. ബാക്കിയെല്ലാം പുറകെ നടന്ന കാര്യങ്ങളാണ്. ഇപ്പം നാളെ കഴിഞ്ഞ് ഞാൻ പോകുന്നു. അതുപോലെ എന്ത് കാര്യം ഉണ്ടായാലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ മണിക്കൂറിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി മാറി ചൊല്ലിക്കൊണ്ടിരിക്കും. ജീവിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കൃപാസനം അറിഞ്ഞ പിന്നെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, കൃപാസനം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബമോ ഇന്ന് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനിയും ജീവിതകാലം മൊത്തം മാതാവിൻ്റെ അടുത്ത് വരും എന്ന് ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.